ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ മിലു കിച്ചണിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് കുറുമയാണ്. മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും. അതുകൊണ്ട് നമുക്ക് മുട്ടയും കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിലൊരു സ്വാദിഷ്ടമായ ഒരു കുറുമ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇതൊരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. ഏത് എണ്ണയായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാനിവിടെ ഒരു 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നടുവേ കീറിയത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3-4 ചേർത്താൽ മതി. ഞാൻ ഇവിടെ മുളക് പൊടി നമ്മളിതിൽ ചേർക്കത്തില്ല. അപ്പോൾ എരിക്കനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിന് പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഈ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ രീതിയിലാണ് ഞാനിവിടെ പൊട്ടറ്റോ അരിഞ്ഞിരിക്കുന്നത്. പൊട്ടറ്റോ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ മാഗിയുടെ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് നിങ്ങളെടുത്ത് ഇപ്പോൾ ഈ സമയത്ത് ഒഴിക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടി കലക്കിയതാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിക്ക, മീഡിയം സൈസ് തക്കാളിക്ക നമുക്ക് ഒരു വലിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് ഒന്ന് തിള വന്നു കഴിയുമ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1ാം പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ട ചേർക്കാം. മുട്ട നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ലൈൻ ഇട്ട് കൊടുക്കണം. മുട്ടയിൽ ഇതുപോലെ ഇടയ്ക്കൊന്ന് ലൈൻ ഇട്ട് കൊടുക്കണം മുട്ടയിൽ. എന്നിട്ട് നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മുട്ടയിലോട്ട് ഈ മസാലയൊക്കെ പിടിക്കത്തക്കവണ്ണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. നമ്മൾ താളിക്കാൻ വേണ്ടി ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാനൊരു ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം.
എന്നിട്ട് അതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണേ. ഒരു 1/4 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ടിട്ടുണ്ടേ. കടുകിട്ട് ചുവന്നുള്ളിയും കറിവേപ്പിലയും കുരുമുളക് പൊടി. ഇനി നമുക്കിത് ഈ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ താളിച്ചത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ കുരുമുളക് പൊടി ആ ടേസ്റ്റും ആ മണവും ഒക്കെ മുട്ടയിലോട്ടൊക്കെ പിടിക്കണം. അപ്പോൾ നമ്മുടെ മുട്ട കുറുമ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി തീ ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നമ്മുടെ എഗ് കുറുമ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് നല്ല നല്ല ചാറൊക്കെ നന്നായിട്ട് കുറുകി നമ്മുടെ മുട്ടയിലോട്ടൊക്കെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളിപ്പോൾ ഇവിടെ പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഞങ്ങൾ പുട്ടൊക്കെ ഇവിടെ ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗോതമ്പ് പുട്ടാണ്. പുട്ടിൻ്റെ റെസിപ്പി ഞങ്ങൾ വഴിയെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നിടവരെ നന്ദി, നമസ്കാരം.